നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രതികരണവുമായി ആക്ഷൻ കമ്മിറ്റിയും. എല്ലാം കുടുംബത്തെ അറിയിച്ചാണ് ചെയ്തതെന്ന് നൌഷാദ്. അർജുന്റെ കുടുംബവുമായി സംസാരിച്ചും അറിയിച്ചുമാണ് എല്ലാ കാര്യവും ചെയ്തതെന്ന് ഫൈൻഡ് അർജുൻ ആക്ഷൻ കമ്മിറ്റി കൺവീനർ നൌഷാദ് തെക്കയിൽ. മുഖ്യമന്ത്രിയെ കണ്ടതും നിവേദനം കൊടുത്തതും കുടുംബത്തെ അറിയിച്ചതിന് ശേഷമാണെന്നും ആക്ഷൻ കമ്മിറ്റി വ്യക്തമാക്കി. ആക്ഷൻ കമ്മിറ്റി ഒരു പണപ്പിരിവും നടത്തിയിട്ടില്ലെന്നും ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും നൌഷാദ് പ്രതികരിച്ചു. മനാഫിനെതിരായ ആരോപണങ്ങളിൽ മനാഫ് തന്നെ പ്രതികരിക്കുമെന്നും നൌഷാദ് പറഞ്ഞു. ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. ദേശീയപാത 66 മതിലകം സെന്ററിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ലോറിയും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. തൈക്കാട്ട് പോയിരുന്ന ലോറിയുടെ ഡ്രൈവർ മഹാരാഷ്ട്ര സ്വദേശി ജനാർദ്ദനൻ, രണ്ടാമത്തെ ലോറിയിലുണ്ടായിരുന്ന അഷ്റഫ്, ശരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മിറക്കിൾ ആക്ടേഴ്സ് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4:45 മതിലകം പോലീസ് സ്റ്റേഷന് തെക്ക് ഭാഗത്തായിരുന്നു അപകടം. 2 ലോറികളുടെയും മുൻഭാഗം തകർന്നിട്ടുണ്ട്. മതിലകം പോലീസ് സ്ഥലത്തെത്തി. എതിർദിശയിൽ നിന്നെത്തിയ ലോറികൾ മുഖാമുഖം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മൂർഖനെ തുറന്നുവിടാൻ ബാഗ് തുറന്നപ്പോൾ കടിയേറ്റു. ചികിത്സയിലായിരുന്ന സർപ്പ വോളണ്ടിയർ മരിച്ചു. മൂർഖനെ തുറന്നുവിടുന്നതിനിടെ കടിയേറ്റ വോളണ്ടിയർ മരിച്ചു. കിള്ളിപ്പാലം സ്വദേശി ഷിബുവിനെ കഴിഞ്ഞ ദിവസമാണ് അതീവ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെയാണ് മരണം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. ഷിബുവും സഹപ്രവർത്തകരും ചേർന്ന് പിടിച്ച അണലി, മൂർഖൻ ഉൾപ്പെടെയുള്ള പാമ്പുകളുമായി പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലെത്തി. ഇവിടെ RRT സംഘത്തിനൊപ്പം പൊന്മുടിയിലെത്തി. പാമ്പിനെ തുറന്നുവിടാനായി ബാഗ് തുറന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ഷിബുവിന് മൂർഖന്റെ കടിയേറ്റത്. ഷിബുവിന്റെ കയ്യിലാണ് കടിയേറ്റത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ ഷിബുവിനെ വിതുരയിലെത്തിച്ച് ആന്റിവെനം നൽകി. എങ്കിലും നില വഷളായി. ഉടൻ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലെത്തിയ ഷിബുവിനെ ഇവിടെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടെയാണ് മരണം. തൃശൂർ പൂരം കലക്കൽ, തുടരന്വേഷണം നടത്താൻ തീരുമാനം. അന്വേഷണം 3 തലത്തിൽ. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം നടത്താൻ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 3 തലത്തിലാണ് അന്വേഷണം നടക്കുക. വിഷയം DGPയും ക്രൈംബ്രാഞ്ചും ഇന്റലിജൻസും അന്വേഷിക്കുമെന്നാണ് റിപ്പോർട്ട്. പൂരം കലക്കലിൽ ADGPയുടെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. പൂരം കലക്കൽ അട്ടിമറിയിലെ ഗൂഢാലോചനയിൽ ക്രൈംബ്രാഞ്ച് ADGP അന്വേഷണം നടത്തും. ഇതിനു പുറമെ 3ാമതായി രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയും അന്വേഷണം നടത്തും. ഇത്തരത്തിൽ 3 തലത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കുക. അതേസമയം ADGPയെ മാറ്റേണ്ടതില്ലെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായാണ് സൂചന. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 1000 പോയിന്റ് നഷ്ടത്തിൽ. ഓഹരി വിപണിയിൽ വ്യാപാരത്തിന്റെ തുടക്കത്തിൽ കനത്ത ഇടിവ്. ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് 1200-ലധികം പോയിന്റ് നഷ്ടം നേരിട്ടു. നിഫ്റ്റിയിലും സമാനമായ ഇടിവ് ദൃശ്യമായി. ഒരു ഘട്ടത്തിൽ 85,000 കടന്ന് മുന്നേറിയ സെൻസെക്സ് 83,000 പോയിന്റിലേക്കാണ് താഴ്ന്നത്. നിഫ്റ്റി 25,500 എന്ന സൈക്കോളജിക്കൽ ലൈവിലും താഴെ പോയി. പശ്ചിമേഷ്യയിലെ സംഘർഷവും ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ വരുത്തിയ മാറ്റങ്ങളുമാണ് വിപണിയെ സ്വാധീനിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ.